നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ വിശദമായി ചോദിക്കാം. ചേട്ടാ, ഇത് എന്തായിരുന്നു സംഭവം? നല്ല ആഴമുള്ള ഒരു പുഴയായിട്ടാണ്. ആഴം ഇപ്പൊ ഈ അരിയത്ത് എക്കലൊക്കെ അടിഞ്ഞിരുന്ന ചെളിയാണ്. നമ്മൾ ഇറങ്ങിയാൽ ചെളി താങ്ങും, അരപ്പൊക്കം വെള്ളമുള്ളു. ചെളി താങ്ങും, അരപ്പൊക്കം വെള്ളമുള്ളു. ഇതെന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റില്ല. കൊച്ചൊന്നെങ്കിൽ കമ്മന്നടിച്ച് വന്നിട്ടുണ്ടാവും. കാല് കുത്താൻ പേടിച്ച് ഫ്രണ്ടോട്ട് പോയിട്ടുണ്ടാവും. അടിവലിപ്പും ഒഴുക്കുമേളിൽ ഒഴുക്ക് ഉള്ളതാണ് ഇപ്പോഴൊക്കെ. ഇതെപ്പോഴായിരുന്നു 6:30 മണി കേട്ടോ. 6:30 ആയിട്ടുണ്ടാവും. സമയം ഓർക്കാനില്ല. ഒച്ച സൗണ്ട് കേട്ടാണ് വന്ന് വെള്ളത്തിൽ ചാടിയത്. അപ്പോൾ വാപ്പ വെള്ളത്തിലുണ്ട്. ഇവിടെ അങ്ങാട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുതിയ അവിടം വരെ ഞാൻ ഒരു 200 മീറ്ററോളം നോക്കി. കാണാണ്ട് ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. കുട്ടിയുടെ മാതാവ് ഈ സമയത്ത് ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞു. എനിക്ക് ആ സമയത്ത് എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഒച്ച എടുത്ത് കേട്ട് വെള്ളത്തിൽ പോയെന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് നോക്കില്ല, വെള്ളത്തിൽ ചാടി ചെയ്ത് എന്താ സംഭവം എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. കുറെ ദൂരം നോക്കി കണ്ടില്ല. പിന്നെ ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. ഇത് ആഴമുള്ള ഒരു ആഴം എന്ന് വെച്ചാ ഒഴുക്കുണ്ട്. കാരണം ഈ വേമ്പനാട്ടിന്റെ കൈവഴിയാണ്. ഒഴുക്കും വെയിലേറ്റം ഉള്ളതുകൊണ്ട് നല്ല ഒഴുക്കുണ്ടാവും. വലിവനുസരിച്ച് ചിലപ്പോൾ ഒലിവ് ഉണ്ടാവും. അഭിലാഷ്, അത് തന്നെയാണ്. ഈ നല്ല ഒഴുക്കുള്ള ഒരു പുഴ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരച്ചിൽ അല്പം ദുർഘടമായി നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അതായത് നവമി, ഇതൊരു കായലാണ് എന്നാണല്ലേ, വേമ്പനാട് കായൽ എന്ന നിലയിലല്ലേ ആ പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ ചെളിയായിരിക്കാമല്ലേ അപകടത്തിന്റെ ഈ കാരണം എന്ന് വേണമല്ലേ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആ പ്രദേശവാസി പറഞ്ഞത് അവിടെ ചെളി അടിഞ്ഞുകൂടിയിട്ടുണ്ടാകാം. ഈ സൂചിപ്പിക്കുന്ന പോലെ സാധാരണ അതിലേക്ക് ഇറങ്ങിയാൽ മുങ്ങിപ്പോകേണ്ടതല്ല. ഈ കുട്ടിയുടെ ഒരു ഉയരമോ അല്ലെങ്കിൽ ശാരീരിക ഘടനയോ ഒന്നും നമുക്കും അറിയില്ല. അവർ അവിടെ എത്തി തെരച്ചിൽ നടത്തിയിട്ട് സാധാരണ നിലയിൽ പ്രദേശവാസികൾ നടത്തുന്ന ഒരു തെരച്ചിൽ കണ്ടെത്തേണ്ടതാണ്. എന്തായിരിക്കാൻ കാരണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അഭിലാഷ്, അതാണ് ഇപ്പോഴും നമുക്ക് വ്യക്തമാകാത്തത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം, ഈ ചെളി പൂണ്ട് നിൽക്കുന്നുണ്ട്. ഈ ചെളിയിൽ ഇറങ്ങിയാണ് ഈ കുട്ടി ഇത്തരത്തിൽ പാത്രം കഴുകുന്നതിന് പുഴയുടെ കുറച്ച് അകത്തേക്ക് കടന്നത്. പക്ഷെ അവിടെ ചെളിയിൽ പൂണ്ട് പോയതാണോ അതോ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ആ കുട്ടിയുടെ ഒരു എങ്ങനെയാണ് അത് വീഴുന്നതാണോ അത് കാല് ചെളിയിലേക്ക് പൂണ്ടി പിന്നീട് അത് വീണു പോകുന്നതാണോ എന്നുള്ളൊരു നിഗമനത്തിലാണ് നാട്ടുകാരും എത്തി നിൽക്കുന്നത്. വേമ്പനാട്ട് കായലിന്റെ കൈവഴി കൂടിയാണ് ഈ ഒരു പുഴ ഒഴുകുന്നത്. നമുക്ക് നല്ല ദൃശ്യങ്ങൾ കാണാം. നല്ല ഒഴുക്കുള്ള അടിയൊഴുക്കുള്ള ഒരു പുഴ കൂടിയാണ്. ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഈ പ്രാഥമിക ഒരു ഘട്ടത്തിൽ തന്നെ ഈ നാട്ടുകാരൊരു ഇവിടെ ഇറങ്ങി ഒരു തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടീനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഫയർഫോഴ്സിനെയും സ്കൂബ ടീമിനെയും ഒക്കെ വിവരം അറിയിക്കുകയും അവരും വന്ന് തിരച്ചിൽ നടത്തുന്നത്. അവരും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവരും ഒരു ഭാഗത്ത് ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്. പക്ഷേ എവിടെയാണ് ഇത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുട്ടിയെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശങ്കയായി ഇപ്പോഴും തുടരുന്നത്. എന്തായാലും എത്രയും വേഗം കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. +1 വിദ്യാർത്ഥിയാണ് ഫിദ. 1.5 മാസമായതേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് താമസം മാറിയിട്ട്. ഇന്നും രാവിലെ ഇവിടെയാണ് ഇവർ ഈ പ്രദേശത്ത് താമസിക്കുന്നവർ ഇവിടെയാണ് പാത്രം കഴുകുന്നതിനും മറ്റുമൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇന്നും കുട്ടി ആഹാരം വേസ്റ്റ് കളഞ്ഞതിന് ശേഷം പാത്രം കഴുകുന്നതിന് വേണ്ടിയിട്ട് ഈ പുഴയിലേക്ക് ഇറങ്ങി ചെന്നതായിരുന്നു. ഇത് നമുക്ക് തോന്നുന്നത് ഈ പുഴയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ചെളി അടിഞ്ഞുകൂടി നിൽക്കുന്നുണ്ട്, അതിലേക്ക് കാല് വഴുതി കുട്ടി പുഴയിലേക്ക് വീണതാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് നാട്ടുകാരുമൊക്കെ എത്തി നിൽക്കുന്നത്. എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്, തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. എത്രയും വേഗം കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, ഒപ്പം നവമി